ബേർഡ്സിൻ്റെ ബ്രീഡിംഗ് സെറ്റപ്പ് റെഡിയാക്കാനായിട്ട് പോവുകയാണ്. ഞാൻ രാവിലെ എഴുന്നേറ്റ് എനിക്ക് ചെയ്യാനുള്ള പണികളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയും ഡോഗ്സിനെയൊക്കെ വാക്കിന് പോയിട്ട് വന്നിട്ട് മോനെ സ്കൂളിൽ വിട്ടിട്ട് വേണം അതൊക്കെ സെറ്റ് ചെയ്യാനായിട്ട്. കേജിൽ പോകുന്ന സമയത്ത് പണികൾ ചെയ്യുന്ന സമയത്താണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ പിന്നെ ഇന്ന് നിങ്ങളെയും കൂടെ കൂട്ടാവുന്നത്, അപ്പം രണ്ടും ആകുമല്ലോ, പണിയും ചെയ്യാം, നിങ്ങളെ അപ്പം ബ്രീഡിംഗ് സീസൺ ഞാൻ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് കാണിക്കുകയും ചെയ്യാം. അപ്പോൾ വെൽക്കം ടു മൈ വീഡിയോ. എന്നോട് ആൾക്കാർ മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട്, ഈ ഫിഞ്ചസിനെ ഒന്നും ഇപ്പോൾ കാണിക്കാറില്ലല്ലോ എന്ന്. ഞാൻ അവരെ ഏവിയറിയിൽ കൊണ്ടുപോയി വിട്ടിട്ടില്ല. അതിന് പകരം ഞാൻ താഴെ തന്നെ വെച്ചേക്കുക. കാരണം ഇവിടെ ഭയങ്കര തണുപ്പല്ലേ. അവിടെ നിന്ന് നാട്ടിലെ കാലാവസ്ഥയിൽ നിന്ന് ഇത്രയും ട്രാവലൊക്കെ ചെയ്ത് ഇവിടെ വന്നിട്ട് ഞാൻ ഉടനെ കൊണ്ടുവന്ന് ഏവിയറിയിലോട്ട് ഇട്ടാൽ അവർ രക്ഷപ്പെട്ട് എടുത്തിയെടുക്കാൻ പറ്റത്തില്ല എനിക്ക്. അതുകൊണ്ട് ഞാൻ അവരെ ഏവിയറിയിൽ കൊണ്ട് വിട്ടില്ല. തൽക്കാലം ഞാനിവിടെ എൻ്റെ റൂമിൽ ഇതുപോലെ കേജിൽ തന്നെ ഇട്ടേക്കുവാണ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിപ്പുണ്ട്. ഇപ്പം എല്ലാവരും ഉറങ്ങുവാണ് രാവിലെ. സുന്ദരികളല്ലേ, സുന്ദരികളും സുന്ദരന്മാരും. ഇല്ലേ വെള്ളമൊക്കെ വെച്ചാൽ അവർ രാവിലെ എഴുന്നേൽക്കുന്ന ബേർഡ്സാണ് ഇവർ. ഇവിടെ പിന്നെ അവർക്കറിയത്തില്ല, കാരണം ഞാൻ ലൈറ്റൊക്കെ ഓഫ് ചെയ്തേക്കുന്നതുകൊണ്ട്. ഞാൻ കുറച്ച് കഴിയുമ്പം അവൻ എനിവേ അവൻ്റെ റൂമാണിത്. അവന് ഡ്രസ്സ് മാറാൻ വരുമ്പം അവൻ എനിവേ ലൈറ്റ് ഇടുമല്ലോ. ഞാൻ അപ്പോഴത്തേക്ക് ഫ്രഷ് വെള്ളവും ഫ്രഷ് ഫുഡും സോറി കേട്ടോ എല്ലാം ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ചൂടുവെള്ളമാണ് വെക്കാറുള്ളത്. അത് ഒത്തിരി തിളച്ച വെള്ളമൊന്നുമല്ല. കണ്ടോ, ആർക്കും ഒരു കുഴപ്പമില്ല. എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ടിരിപ്പുണ്ട്. അപ്പോൾ ഫിഞ്ചസിനെ വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവർ തൃശ്ശൂർ ധൈര്യമായിട്ട് തൃശ്ശൂരുള്ള നമ്മളുടെ ശ്രീജിത്തിനെ കോൺടാക്റ്റ് ചെയ്യുക. ഞാൻ കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലിടാം. ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കണം. ഞാൻ അവനെ രാവിലെ എണീപ്പിച്ച് എക്സസൈസ് ചെയ്യാൻ കയറ്റി കുറേ എക്സസൈസുകളൊക്കെ പഠിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ അവൻ ചെയ്യണം, തന്നെ ചെയ്തോളൂ ഇപ്പം. പക്ഷേ എന്നാലും ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കിയാലേ പറ്റത്തുള്ളൂ. അതാകുമ്പം കറക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കാൻ പറ്റുമല്ലോ. അവൻ്റെ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ആ കൂട്ടത്തിൽ ഞാൻ ബേർഡ്സിനുള്ള ഫുഡും ഇതേ സമയത്ത് തന്നെ റെഡിയാക്കി വെക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഒരുമിച്ച് ഈ പരിപാടിയൊക്കെ തീർത്ത് വെച്ച് കഴിഞ്ഞാൽ ഡോഗ്സിനെയൊക്കെ വാക്ക് ചെയ്ത് തിരിച്ച് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊക്കെ കട്ട് ചെയ്ത് എടുക്കാനുള്ള സമയം വേണ്ടല്ലോ, കളയണ്ടായല്ലോ. ഇപ്പോൾ സമയം കിട്ടുമ്പോൾ അതങ്ങ് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കാൻ ഈസിയല്ലേ. അത്രയും സമയം കൊണ്ട് അവൻ്റെ എക്സസൈസും സംഭവങ്ങളും എല്ലാം കഴിഞ്ഞു. നമ്മളിനിയും ഡോഗ്സിനെ വാക്കിനൊക്കെ കൊണ്ടുപോകണം. അവന് ഫുഡൊക്കെ കഴിച്ച് തന്നെ ഡ്രസ്സ് മാറി ഹസ്ബൻഡ് കൊണ്ടുപോയി സ്കൂളിൽ കൊണ്ട് വിട്ടോളൂ. ഞാൻ ഇവരെ പിള്ളേരെ വാക്കിന് കൊണ്ടുപോയിട്ട് വരാം. ഇനിയും ബേർഡ്സ് കേജിലോട്ട് പോയി ക്ലീനിങ്ങും ബ്രീഡിങ് സെറ്റപ്പും റെഡിയാക്കാം. വാക്കിന് പോകുമ്പോൾ എനിക്ക് ഫോണും കൊണ്ട് പോകാൻ പറ്റത്തില്ല, ഭയങ്കര പാടാണ് ഇവരെ പിടിച്ചുകൊണ്ട് വീഡിയോ എടുക്കാനൊക്കെ. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കുകയില്ല. ഇടയ്ക്കിടയ്ക്ക് എടുക്കാൻ നോക്കാം. പക്ഷേ മോസ്റ്റ്ലി എനിക്ക് പിടിക്കുകയും വീഡിയോ എടുക്കലും എല്ലാം കൂടെ ചിലപ്പോൾ നടക്കാറില്ല, തന്നെ പോകുന്നതുകൊണ്ട്. ഇപ്പം ഹസ്ബൻഡ് ഉള്ളപ്പോൾ ആണെങ്കിൽ കുഴപ്പമില്ല, എനിക്കിങ്ങനെ പിടിച്ചോണ്ടെടുക്കാമല്ലോ, പുള്ളി പിടിച്ചോളുമല്ലോ. അപ്പോൾ വന്നിട്ടാണ് വാക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ചെത്തി. ഇനിയും നമ്മളുടെ ടെസ്റ്റ് ബോക്സും ബ്രീഡിംഗ് സെറ്റപ്പിന് വേണ്ടിയ സാധനങ്ങളും ഫുഡും എല്ലാം എടുത്തുകൊണ്ട് ടെറസിൽ പോകണം. ക്വാളിറ്റിയുള്ള ബോക്സുകളാണ്. ആർക്കെങ്കിലും നെസ്റ്റ് ബോക്സുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ ഇൻസ്റ്റാ പേജ് ID സ്ക്രീനിലോട്ടേക്കാം. ഓരോന്നോരോന്ന് എടുത്തുകൊണ്ട് വരാനായിട്ട് പറ്റത്തുള്ളൂ. ഈ പ്രാവശ്യത്തെ ബ്രീഡിംഗ് സീസൺ ഞാൻ 1 മന്ത് മുന്നേ തുടങ്ങി. എൻ്റെ കഴിഞ്ഞ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ അവർക്ക് ആൻറ്റിബയോട്ടിക്സും
മൾട്ടി വൈറ്റമിൻസ് വേണ്ടിയ സപ്ലിമെൻറ്റ്സ് ഒക്കെ കൊടുത്ത് അവരെ പെയറൊക്കെ സെറ്റ് ചെയ്ത് റെഡിയാക്കി നിർത്തിയേക്കുവാണ്. അതേ സമയത്ത് ഞാൻ അവരുടെ പോട്ട്സൊക്കെ വാഷ് ചെയ്ത് ഫ്രഷ് ആയിട്ടുള്ള പോട്ടുകൾ വെക്കാനായിട്ടുള്ളതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ അതാണ് ചെയ്യുന്നത്. അവരുടെ ഈ പ്രാവശ്യത്തെ സീസൺ വേണ്ടി അവർ ബേർഡ്സിനെ റെഡിയാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. ഇനിയിപ്പോൾ വിൻ്റർ അല്ലേ, അപ്പോൾ വിൻ്റർ സമയത്ത് എങ്ങനെയാണ് ഞാൻ എൻ്റെ ബേർഡ്സിനെ വെക്കുന്നതെന്നും അവരുടെ നെസ്റ്റ് ബോക്സും അവരുടെ കേജസ് എങ്ങനെയാണ് ഞാൻ അവരെ അറേഞ്ച് ചെയ്യാൻ പോകുന്നതെന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ബ്രീഡിങ് കേജൊക്കെ നമ്മൾ പെയറിനെയൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ ഫുഡൊക്കെ കൊടുത്ത് ആൻറ്റിബയോട്ടിക്സും ഒരു ഡോസ് വേം ഇൻഫെസ്റ്റേഷൻ്റെ മെഡിസിനും എല്ലാം കഴിഞ്ഞ് നമ്മൾ അവരെ ബ്രീഡിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഞാൻ ഇന്ന് പോട്ടൊക്കെ വെച്ച് നമ്മുടെ കണവനാക്കും ഒക്കെ വെച്ച് അവരെ റെഡിയാക്കാനായിട്ട് പോവാണ് അടുത്ത ബ്രീഡിങ് സീസണിലേക്ക്. സീസൺ കഴിയുമ്പോഴും ഞാൻ പോട്ടുകളൊക്കെ എടുത്ത് നന്നായിട്ട് വാഷ് ചെയ്ത് ഡ്രൈ ചെയ്ത് ഒരു 2-3 ദിവസം സണ്ണിലൊക്കെ വെച്ചാണ് ഞാൻ അടുത്ത ബ്രീഡിങ് സീസണിന് വേണ്ടി സെറ്റ് ചെയ്യാറുള്ളത്. നമുക്കപ്പോൾ ഇത് കേജിലൊക്കെ വെയിറ്റ് ചെയ്യാം. അവരെല്ലാവരും വെയിറ്റ് ചെയ്യുവാണ് പോട്ടിന് വേണ്ടി, കാരണം അവർ റെഡിയാണ് അടുത്ത സീസണിൽ എഗ്ഗ് ലേ ചെയ്യാനായിട്ട്. സ്റ്റിക്കിൻ്റെ അടിയിൽ ഞാൻ കണവനാക്കും ഫുഡും ഒന്നും വെക്കത്തില്ല. അത് ആ സൈഡിൽ നിന്ന് ഈ സൈഡിലോട്ട് മാറ്റിയാണ് വെക്കേണ്ടത്. അല്ലെങ്കിൽ അവർ അതേലാണ് എപ്പോഴും ഇരിക്കുന്നത്. അപ്പോൾ അതേലിരുന്ന് കാഷ്ടിച്ചതെല്ലാം ഫുഡിലും വെള്ളത്തിലും എല്ലാം വെക്കും. അപ്പം ഈ സൈഡിൽ ഞാൻ ഫുഡൊന്നും വെക്കാറില്ല. കാൽസ്യവും സപ്ലിമെൻറ്റും എല്ലാ സംഭവങ്ങളും കേജിൻ്റെ ഇപ്പുറത്തെ സൈഡിലാണ് വെക്കുന്നത്. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ള കേജസിൽ ഞാൻ പോട്ടും കണവനാക്കും ഒക്കെ വെച്ച് കൊടുക്കട്ടെ. പോട്ടുകൾ വെച്ച ഉടനെ തന്നെ അവർ ചെക്ക് ചെയ്യാൻ തുടങ്ങി. അവർ ഇതൊക്കെ കൊള്ളാമോ എന്ന് പറയുവാണ്. അവരെല്ലാവരും നല്ല ഹെൽത്തി ആയിട്ടിരിക്കും, കാരണം അവർ 2 months റെസ്റ്റ് കഴിഞ്ഞിട്ട് വരുന്ന ബേർഡ്സാണ്. അപ്പോൾ ഞാൻ അങ്ങനെ അധികം സ്ട്രെസ് ചെയ്യിപ്പിക്കാറില്ല. കുട്ടിയുടെ കോക്കറ്റൈൽസിനുള്ള ബോക്സും കൂടെ ഫിറ്റ് ചെയ്താൽ പരിപാടി കഴിഞ്ഞു. ഇത് ഞാൻ ഈ പുറത്ത് ഏരിയയിൽ തൂക്കാൻ വേണ്ടി ഞാൻ വാങ്ങിച്ചതാണ്. ഇതിനകത്തിൽ കാൽസ്യം ബ്ലോക്സ് ഉണ്ട് ഇതിന് കൂട്ടത്തിൽ. പിന്നെ ആഫ്രിക്കൻ ലവ് ബേർഡ്സിന് കുറച്ച് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയുള്ള കടിച്ചു വലിക്കാനുള്ള സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ പിന്നെ ഇതോടെ നമുക്ക് പുറത്തായിട്ട് തൂക്കി വെച്ചേക്കാം. ബാക്കിയുള്ള ബേർഡ്സിനൊക്കെ കണവനാക്കും പുറത്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നാലും ഇതും അവർക്ക് ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഇതും കൂടെ ഇടാം. ഫിറ്റ് ചെയ്തു. ആ സൈഡിൽ ഈ ഒരു കോക്കറ്റൈലിൻ്റെ കേജ് കൂടെ ഫിറ്റ് ചെയ്യാനുണ്ട്. പിന്നെ അവിടെയുള്ള ആ ഒരു കേജ് അതും ഫിറ്റ് ചെയ്തു. ഇനി താഴെ ഒരെണ്ണമുണ്ട്, അത് ഓൾറെഡി ഞാൻ ഫിറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അത് മുകളിൽ കൊത്തുവാവന് നോക്കണ്ട. അവനെൻ്റെ ഇത് കൊത്തുമ്പോൾ നോക്കാം. അവനെ ചെറുക്കൻ എന്താണ് അവിടുത്തെ കൊത്തുന്നത്? എൻ്റെ കയ്യൊക്കെ ഒപ്പം നോക്കുകയാണോ നീ? അവനെ കൂട്ടിയിട്ട് അവനെൻ്റെ ഹാൻഡ് ഫീഡിങ് ചെറുക്കനാണ്. അവന് ഇഷ്ടമേ അല്ല ഇതിനകത്ത് കിടക്കുന്നത്. പക്ഷേ മടക്കുണ്ടാക്കുന്നതുകൊണ്ട് ഞാനിക്ക് അവരെ കൂട്ടിയിട്ടാലേ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാ ബ്രീഡിങ് ബോക്സുകളും സെറ്റ് ചെയ്തു. കോക്കറ്റെയിൽസൊക്കെ ഓൾറെഡി കയറി ഇരിക്കാൻ തുടങ്ങി, നോക്കി സെറ്റ് ചെയ്യാനൊക്കെ തുടങ്ങി. ഇപ്പോഴത്തെ കോക്കറ്റെയിൽ എല്ലാ ബോക്സുകളും സെറ്റ് ചെയ്തു. പെയറുകളൊക്കെ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെറ്റിംഗ് പരിപാടികൾ കഴിഞ്ഞു. ഇതിന് വേണ്ടി എൻ്റെ ബേർഡ്സിനെ എല്ലാം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പം എല്ലാവരും ഹെൽത്തി ആയിട്ടൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ വിൻ്റർ സീസണിൽ അങ്ങനെ സാധാരണ അധികം ബ്രീഡിംഗ് ഒക്കെ നടക്കുമെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ചെയ്യാറുണ്ട്, കാരണം ഞാൻ ഫുള്ള് കവർ ചെയ്യുകയും ഷീറ്റ് വെച്ച് എന്നിട്ട് ബൾബൊക്കെ ഇടും. അപ്പം നല്ലൊരു വാം അറ്റ്മോസ്ഫിയറാണ് ഇതിനകത്തിൽ. രാത്രിയിലൊക്കെ പകൽ മാത്രമേ ഉള്ളൂ ഞാനിത് ഓപ്പൺ ചെയ്തിടുന്നത്. അപ്പം അങ്ങനെ ആകുമ്പോൾ അവർക്ക് തണുപ്പധികം അടിക്കുകയല്ലോ. പിന്നെ അധികം സോഫ്റ്റ് ഫുഡ് ഇലകളൊന്നും ഞാൻ കൊടുക്കത്തില്ല. ആഴ്ചയിലോ 2 പ്രാവശ്യമോ അങ്ങനെയൊക്കെ കൊടുക്കത്തുള്ളൂ. ബാക്കി മോസ്റ്റ്ലി ഡ്രൈ ആയിട്ടുള്ള സീഡ്സൊക്കെ സീഡ് മിക്സുകളൊക്കെ വാങ്ങിച്ചാണ് കൊടുക്കുന്നത്. പിന്നെ ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൊടുക്കാറുണ്ട്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.